ഹലോ, ഇത് PT-7. പാലക്കാട് ജില്ലയിലെ ധോണി നിവാസികളുടെ പേടി സ്വപ്നമായിരുന്നു PT-7. PT-7 എന്ന പേരിന് ആക്രമണകാരി എന്ന വിശേഷണമുണ്ടായിരുന്ന കാലം. കാട് വിട്ട് നാട്ടിലിറങ്ങി സകലതും നശിപ്പിച്ച് നാടുവിടാൻ കൂട്ടാക്കാത്ത കൊമ്പൻ. പാലക്കാട് ധോണിയിലെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന കൊമ്പനാണ് PT-7. കൊമ്പൻ്റെ ശൗര്യം കൂട്ടിലായിട്ട് ഇന്നേക്ക് 1 വർഷമായി. 2023 ജനുവരിയിലാണ് PT-7നെ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചത്. പിന്നീട് 7.5 മാസത്തോളം ഇവൻ കൂട്ടിൽ തന്നെയായിരുന്നു. ഒരു കാലത്ത് തലയെടുപ്പോടെ സ്വതന്ത്രമായി ആരെയും കൂസാക്കാതെ നാട്ടിലൂടെ നടന്ന കൊമ്പൻ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ച് കാട് കയറാതെ നാട്ടുകാരുടെ ചങ്കിടിപ്പ് കൂട്ടി. ഈ ആക്രമണത്തിലൊടുവിൽ കൊമ്പന് എന്തു സംഭവിച്ചു? മയക്കുവെടി വെച്ച് പിടികൂടി ലോറിയിൽ കയറ്റി ധോണിയിലെ കൂട്ടിലാക്കി. കൊമ്പൻ മര്യാദക്കാരനായി ഇപ്പോഴുള്ളത് ധോണിയിലെ ക്യാമ്പിലാണ്. രാവിലെയും വൈകിട്ടും വനത്തിലൂടെ നടന്നും പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും അനുസരണയുള്ള കൊമ്പനായി ക്യാമ്പിൽ കഴിയുന്നു. ഇടതുകണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്. ചികിത്സയോടും PT-7 സഹകരിക്കുന്നുണ്ട്. PT-7ൻ്റെ ഇപ്പോഴത്തെ പേര് ധോണി എന്നാണ്. ധോണി നിവാസികളുടെ പേടി സ്വപ്നമായിരുന്ന PT-7 എന്ന കൊമ്പൻ്റെ കഥയ്ക്ക് 1 വർഷത്തിനിടെ അല്പം ശമനമുണ്ടായത് യാഥാർത്ഥ്യമാണെങ്കിലും PT-7ൻ്റെ പ്രതാപമാറിയ ഒഴിവ് നികത്തി അധികാരമുറപ്പിക്കാൻ മറ്റു ചില കൊമ്പന്മാരും കാടിറങ്ങുന്നത് ധോണി നിവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. ധോണി നിവാസികളുടെ ഉപജീവനമാർഗം കൃഷിയാണ്. ഇവിടെ കൃഷി ഇറക്കുന്നത് കർഷകനാണെങ്കിലും വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാണ്. വന്യമൃഗശല്യം രൂക്ഷമായ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് പാലക്കാട് ജില്ലയിലെ ധോണി. ഇതൊക്കെയാണ് ധോണിയിലെ PT-7ൻ്റെയും ധോണിക്കാരുടെയും വിശേഷങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്